എന്നെ കണ്ടിട്ടെന്താ റൗഡിയെ പോലെ തോന്നുന്നുണ്ടോ? പിന്നെ തോന്നാതെ, ആളും അവന്റെ താടിയും കണ്ടെത്തന്നെ പേടി തോന്നും. നിനക്കിപ്പോ എന്താ ഒരു മനംമാറ്റം? എനിക്കൊന്നുമില്ല. തിന്മയ്ക്ക് തിന്മ പകരമല്ല, തിന്മയ്ക്ക് നന്മയാണ് ശിക്ഷ. കർത്താവിനോടൊത്ത് ജീവിക്കുക. അവൻ യോസെഫിന്റെ ദൈവമാണ്. നിങ്ങളുടെ ശത്രുക്കൾക്ക് പോലും നിങ്ങളെ അവൻ അനുഗ്രഹമാക്കി തീർക്കും. നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് മാത്രമല്ല, ജീവിതത്തിൽ ആരൊക്കെയാണോ നിങ്ങൾക്ക് ശത്രുക്കളായിരിക്കുന്നത്, ആരോടാണോ പകരം വീട്ടാൻ ആഗ്രഹിക്കുന്നത്, അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നാൽ കർത്താവ് അവർക്ക് നിങ്ങളെ അനുഗ്രഹമാക്കി തീർക്കുന്നതാണ്. പ്രിയപ്പെട്ട എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹാശംസകൾ. ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളും സഹോദരൻ മോഹൻ സി ലാസറസ് അവർകളും ദിവസവും പ്രാർത്ഥിച്ചു വരുന്നുണ്ട്. നിങ്ങളുടെ വൈഷമ്യങ്ങളെല്ലാം കർത്താവിനെ ഏൽപ്പിച്ച് അവനോട് പ്രാർത്ഥിക്കുക. ഇന്നേ ദിവസം ഇത് പ്രതികാരത്തിനുള്ള സമയമല്ല എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് കാണാൻ പോകുന്നത്. സഹോദരൻ നവനീതൻ എന്ന് FMBBയിൽ ഒരു മുതിർന്ന ശുശ്രൂഷകനങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നു. അദ്ദേഹം കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്ന ജോലിക്കാരൻ തന്നെ പണത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ കൊല്ലുന്നു. നവനീതൻ അങ്കിളും അദ്ദേഹത്തിന്റെ പെങ്ങളും അങ്ങനെ അനാഥരാകുന്നു. ആ സമയത്ത് നവനീതൻ അങ്കിൾ താൻ വളർന്നു വലുതാവുമ്പോൾ എന്റെ മാതാപിതാക്കളെ കൊന്ന് എന്നെ ഈ സ്ഥിതിയിലാക്കിയ അയാളെ ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഒരു കത്തി അദ്ദേഹം സ്വയം ഉണ്ടാക്കി. ആ കത്തി ദിവസവും എടുത്തു നോക്കി ഞാൻ അയാളെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് തന്റെ മനസ്സിൽ ഒരു തീരുമാനമെടുക്കുന്നു. ആ സമയത്താണ് അദ്ദേഹം കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ കൊന്നയാൾ കോയമ്പത്തൂരിൽ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് എന്നുള്ള ഒരു വാർത്ത അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഒരു വശത്ത് അദ്ദേഹം ഉണ്ടാക്കിയ കത്തി, മറുവശത്ത് വിശുദ്ധ വേദപുസ്തകം. കർത്താവിന് മുൻപാകെ ഒരു ദിവസം ഉപവാസത്തോടുകൂടി പോയി നിന്നു. അപ്പോൾ കർത്താവ് വചനത്തിലൂടെ ഇത് പ്രതികാരത്തിനുള്ള സമയമല്ല, കർത്താവിന്റെ സ്നേഹം വെളിപ്പെടുത്തേണ്ട സമയമാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഉടനെ തന്നെ താൻ ഉണ്ടാക്കിയ കത്തി വലിച്ചെറിഞ്ഞിട്ട് പുതിയ വസ്ത്രവും നല്ല ഭക്ഷണവും വാങ്ങിച്ചുകൊടുത്ത് യേശുവിന്റെ സ്നേഹം വെളിപ്പെടുത്തി. യേശുക്രിസ്തു പോലും ഈ ലോകത്ത് ജീവിച്ചിരുന്ന സമയത്ത് തന്നെ വേദനിപ്പിച്ചവരോടും തന്റെ മേൽ കുറ്റം ചുമത്തിയവരോടും യാതൊരു പ്രതികാരവും ചെയ്യാതെ അവരോട് ക്ഷമിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ജ്യോതി ചേച്ചി നാടകം നമുക്ക് കാണാം. എന്താ ബ്രോക്കറെ, ഭയങ്കര ധൃതിയിലാണെന്ന് തോന്നുന്നു. ആരായത്? നമ്മുടെ രമേശ് അല്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല മോനെ, കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ഞാൻ ശ്രദ്ധിക്കാഞ്ഞത്. ആര്? നിങ്ങൾ എന്നെ കണ്ടില്ല, അത് ഞാൻ വിശ്വസിക്കണം അല്ലേ? അല്ല, എങ്ങോട്ടായി പോകുന്നേ? എനിക്ക് നാട്ടിലോട്ടൊന്ന് പോണമായിരുന്നു, അതിന് ബസ് സ്റ്റാൻഡിലോട്ട് പോവാ. ബസ് സ്റ്റാൻഡിലോട്ടാണോ? ശരി ശരി, പോ. അവിടെ സുരേഷ് നിപ്പുണ്ട്. സുരേഷോ? അയാളെ ഇങ്ങനെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, അയാളെ ഞാൻ തീർക്കും. അയാളുടെ കള്ളം പറയുന്ന നാക്കേ വിഴുതെടുക്കുക വേണ്ടേ? എന്തിനാ ചേട്ടാ ഇങ്ങനെ ചെയ്യുന്നേ? എനിക്കെല്ലാം അറിയാം ചേട്ടാ. ഞാനും സുരേഷും വരുമ്പോൾ ചേട്ടൻ ഒളിഞ്ഞിരുന്നത് ഞാൻ കണ്ടായിരുന്നു. കണ്ടെന്നോ? എന്നെ കണ്ടിട്ട് നീ എന്താ പറയാഞ്ഞത്? അതെന്താ? നിങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് എനിക്കെന്താ കിട്ടാൻ പോകുന്നേ? കാശ് എന്തെങ്കിലും തരാൻ പോകുന്നോ? ഇല്ലല്ലോ. അന്ന് അവനിരുന്ന ആ ദേഷ്യത്തിന് നിനക്ക് നല്ല തല്ല് കിട്ടിയേനെ, അതുകൊണ്ടാ പറയാഞ്ഞേ. വളരെ നന്ദിയുണ്ട്.
അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചേട്ടാ. ഇനിയെങ്കിലും മര്യാദയ്ക്ക് നടക്കാൻ നോക്ക്. ആ. ജെൻസി, പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോന്നു ചേച്ചി. മാലതി എങ്ങനെ ഇരിക്കുന്നു? സംസാരിക്കാറുണ്ടോ അതോ? ഇല്ല ചേച്ചി, ഞാൻ കുറെ ശ്രമിച്ചു നോക്കി, സംസാരിക്കാറേ ഇല്ല. എന്താ കാരണമൊന്നും അറിയത്തില്ല. എനിക്കറിയാം മോളെ. ചേച്ചിക്കറിയാന്നോ? അതെ മോളെ, കഴിഞ്ഞ തവണ നീ വന്നപ്പോ നീയും നിന്റെ ഏടത്തിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ലേ? ഉം. ഒടുവിൽ ഒരു ഒത്തുതീർപ്പായി രണ്ടുപേരും സംസാരിക്കുകയും ചെയ്തു. അതെ ചേച്ചി. എന്നിട്ട് നീ എന്താ ചെയ്തത്? നിന്റെ അമ്മയോട് ഇതൊക്കെ വെറും അഭിനയമാണെന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞു. അത് മാലതി കേട്ടിട്ടാണ് നിന്നോട് ദേഷ്യപ്പെട്ടിരിക്കുന്നത്. ചേച്ചി, അന്ന് വേറെ കാര്യങ്ങളാ സംഭവിച്ചത്. ഉം? എന്തൊക്കെയുണ്ടമ്മേ, സുഖമാണോ? ആ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിന്റെ ചേട്ടനും ഏട്ടത്തി എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നമ്മേ. സുഖായിരിക്കുന്നോ? അതെങ്ങനെ സുഖായിട്ടിരിക്കും? എന്താമ്മേ, ഭാര്യയും ഭർത്താവും സന്തോഷമായിട്ടല്ലേ ഇരിക്കണ്ടേ? എന്താടി, എന്തൊക്കെയായി പറയുന്നേ? നിന്നെ ഇതിനാണോ ഞാൻ അങ്ങോട്ട് അയച്ചത്? ഞാൻ വന്ന ഉദ്ദേശം അതാണെങ്കിലും നല്ല ഉദ്ദേശത്തോടെ ഇപ്പൊ ജീവിക്കുന്നേ. ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഏഷണി കൂട്ടാൻ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കാൻ നിൽക്കുന്നു. ഇതൊക്കെ ചുമ്മാതാമ്മേ. കുറച്ചു കഴിഞ്ഞ് അമ്മ കണ്ടോ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. ഇപ്പോഴാടി നീ എന്റെ മോളായത്. ഞാനൊന്ന് പേടിച്ചു പോയി. ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ച അമ്മയ്ക്ക് സന്തോഷാവും അല്ലേ? തെറ്റാമ്മേ, അവരെ രണ്ടുപേരെയും പിരിക്കാൻ ശ്രമിക്കുന്നത് വളരെയധികം തെറ്റാ. അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല. അന്ന് സംഭവിച്ച ഇതാ ചേച്ചി. ജെൻസി, നീ ഇത് മാലതിയോട് പറയണം, മനസ്സിലാക്കും. വേണ്ട ചേച്ചി, ഏട്ടത്തി എന്നോട് സംസാരിക്കാറേ ഇല്ല. പിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? കുറച്ചുനാൾ കഴിയുമ്പോ ഏട്ടത്തിക്ക് ബോധ്യമാവും. എന്താടാ, നീ അയാളെ കണ്ടിട്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതേടാ, അയാൾ പാവോ. നിന്റെ കാശ് അയാൾ എങ്ങനെയെങ്കിലും തിരിച്ചു തരും. നിന്റെ പേര് കേൾക്കുമ്പോഴേ അയാൾ വിറയ്ക്കുക. എന്നെ കണ്ടിട്ടെന്താ റൗഡിയെ പോലെ തോന്നുന്നുണ്ടോ? അല്ലാതെ പിന്നെ, ആളും അവൻ്റെ ഒരു താടിയും കാണുമ്പോഴേ പേടി തോന്നുക. നിനക്കിപ്പോ എന്താ ഒരു മനംമാറ്റം? എനിക്കൊന്നുമില്ല. തിന്മയ്ക്ക് തിന്മ പകരാവില്ലല്ലോ. തിന്മയ്ക്ക് നന്മയാണ് ശിക്ഷ. അതാണ് ഞാൻ ചെയ്തേ. അത് നിന്റെ പൈസ കൊണ്ട് ചെയ്യണമായിരുന്നു. പോയതിപ്പോ എന്റെ പൈസയല്ലേ? നിനക്ക് പോയത് 10,000, എനിക്ക് പോയത് 20,000. നീ എന്തായി പറയുന്നേ? എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ടാ. എൻ്റെ അമ്മയെപ്പറ്റി നിനക്കറിയാവല്ലോ. എല്ലാവരും അങ്ങ് വിശ്വസിക്കും. എന്താ ചെയ്യുക? വീട്ടിലുണ്ടായിരുന്ന കാശും അങ്ങ് എടുത്തു കൊടുത്തു. നീ എന്നിട്ട് അയാളോട് ചോദിച്ചോ? ചോദിച്ചു. സോറി മോനെ, ഞാൻ എങ്ങനെയെങ്കിലും കാശ് തരാമെന്ന് പറഞ്ഞു. എന്താ പറയുക, നമ്മൾ തിന്മയ്ക്ക് തിന്മ പോരാടി ചെയ്യാൻ പാടില്ലല്ലോ. അതൊക്കെ എന്തോ ആവട്ടെ, നീ പറയുന്നോണ്ടാ ഞാനൊന്നും മിണ്ടാതിരിക്കുന്നത്. വാ പോവാം. ഹലോ, പറയടാ. ആ ശരി, ചെയ്യാം. ജെൻസി, ആ ഏട്ടാ. വെള്ളം വേണോ? അതെ ഏട്ടാ.
എന്തു പറ്റിയതാ രഞ്ജിത്ത്? ഇന്നലെ കിച്ചണില് തെന്നി വീണ് ചേച്ചി. ആ വീഴ്ചയില് അവള് മയങ്ങിപ്പോയി. സ്കാൻ എടുത്ത് നോക്കിയായിരുന്നു. പേടിക്കേണ്ട രീതിയിൽ ഒന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ശരിയായ സമയത്ത് കൊണ്ടുപോയത് ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പറ്റി. ജിൻസിയാണ് എന്നെ കണ്ടത്. നീ ചേച്ചിയെ കണ്ടായിരുന്നോ? ഇല്ല ഏട്ടാ. മോളില് തുണി വിരിക്കാൻ പോയായിരുന്നു തോന്നുന്നു. ശരി, വന്നോളൂ. ശരി. ഏട്ടത്തി, ഏട്ടത്തി, ഏട്ടാ ഒന്ന് പെട്ടെന്ന് വന്നേ. മാരുതി, ഏട്ടത്തി, മാരുതി, ഏട്ടത്തി, മാരുതി, എന്തു പറ്റി? കണ്ണു തുറക്ക്. ഏട്ടത്തി, ഏട്ടത്തി, മാരുതി. എഴുന്നേക്ക്. നീ സ്നേഹമുള്ളവളാണെന്ന് തെളിയിച്ചിരിക്കുന്നു ജൻസി. മാലതി, പതുക്കെ ശ്രദ്ധിച്ചു വേണം നടക്കാൻ. ഞാൻ എല്ലാ കാര്യവും ഉദ്ദേശിച്ചാ പറഞ്ഞത്. നീ ജൻസിയുടെ പെരുമാറ്റം മോശമാണെന്നാ വിചാരിച്ചിരുന്നേ. പക്ഷേ ഇവളുടെ നല്ല സ്വഭാവം ഇവള് കാണിച്ചു. തിന്മയ്ക്ക് പകരം തിന്മയല്ല ചെയ്യേണ്ടത്, തിന്മയ്ക്ക് നന്മയാണ് പകരം ചെയ്യേണ്ടത്. എന്താ നിങ്ങളെല്ലാരും ജ്യോതിച്ചേച്ചി നാടകം കണ്ടില്ലേ? ഇത് പ്രതികാരത്തിനുള്ള സമയമല്ല, യേശുക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്താനുള്ള സമയമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഇപ്പോൾ കർത്താവിന്റെ വചനം പങ്കുവച്ച് നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ സഹോദരി ചെല്ലാറാണി അപ്പാദുരെ അവർകൾ നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. നിങ്ങളും കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോകത്ത് എല്ലാവരുടെ ജീവിതത്തിലും നമുക്കെതിരായിട്ടുള്ള ഒരു കൂട്ടം ശത്രുക്കൾ തീർച്ചയായും ഉണ്ടാവും. അവരെങ്ങനെയാണെന്നോ, നമ്മൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയും, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നവരും ഉണ്ട്, നമ്മളെ അന്യായമായിട്ട് കുറ്റപ്പെടുത്തുന്നവരും ഉണ്ട്, നമുക്കെതിരായി പലതും പ്രവർത്തിക്കുന്നവരും ഉണ്ട്. അതുമാത്രമല്ല, നമ്മൾ കുറച്ചുകൂടി ഗഹനമായി നോക്കിയാൽ നമ്മൾ എത്രയോ പേരെ സഹായിച്ചിട്ടുണ്ടാവും. നമ്മുടെ സഹായം കിട്ടിയവർ പ്രത്യുപകാരം ചെയ്തില്ലെങ്കിലും സാരമില്ല, നമ്മളെ ഏതൊക്കെ വിധത്തിൽ ശല്യം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ശല്യം ചെയ്യുന്ന ശത്രുക്കളുടെ ഒരു സംഘം നമ്മുടെ ചുറ്റും കാണും. ഇതെല്ലാവരുടെ ജീവിതത്തിലും കാണാൻ കഴിയും. നമ്മളിൽ പലരും പറയാറുണ്ട്, എനിക്ക് തന്നെ ഇല്ല, എനിക്ക് പണത്തിന് ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അവര് കരഞ്ഞുകൊണ്ട് വന്ന് സഹായം ചോദിച്ചത്. ശരി, സാരമില്ല, അവര് പറഞ്ഞ വാക്ക് ഞാൻ വിശ്വസിച്ചു. നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാനത് തിരിച്ചു തന്നേക്കാം എന്നവര് പറഞ്ഞതാണ്. അവർ കർത്താവിൽ വിശ്വസിക്കുന്നവരാണെന്നാണ് വിചാരിച്ചത്. അവര് പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് എന്റെ മനസ്സിൽ തീർച്ചയായും അവരെ സഹായിക്കണമെന്ന് തോന്നി. കാരണം അത്ര നന്നായിട്ടാണ് സംസാരിച്ചത്, നല്ല വിനയമായിരുന്നു. തീർച്ചയായും നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവര് തിരിച്ചു തന്നേക്കാം എന്നാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും ഞാൻ അവരെ സഹായിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോ അവരെന്റെ മനസ്സ് വേദനിക്കുന്നത് പോലെ എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറയുന്നു. ചിലര് പറയാറുണ്ട്, ഞാൻ എപ്പോഴാണ് വാങ്ങിച്ചത്, നീ എന്നെ സഹായിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നവര് പോലും നമ്മുടെ ഇടയിലുണ്ട്. പ്രാർത്ഥനാക്കുറിപ്പുകൾ തരുന്നവരുണ്ട്. അതുപോലെ തന്നെ ചിലര് പറയാറുണ്ട്, അവരുടെ വീട്ടിലെ ആ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ എന്തൊക്കെയോ പരിശ്രമിച്ചു നോക്കിയതാണ്, എത്രയോ സഹായിച്ചിട്ടുണ്ട്, അവരുടെ പഠിത്തത്തിന്റെ കാര്യത്തിൽ സഹായിച്ചു, അവരുടെ മക്കളുടെ വിവാഹത്തിനായാലും ഞങ്ങളുടെ വീട്ടിലെ ഒരു കല്യാണം നടത്തുന്നത് പോലെ അത്രത്തോളം അവരെ സഹായിച്ചാണ് ഞങ്ങളെല്ലാം ചെയ്തത്. ഇന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ മക്കളെല്ലാവരും നല്ല സ്ഥിതിയിലായിരിക്കുകയാണ്. അവരുടെ മക്കളുടെ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ സഹായിക്കൊന്നും വേണ്ട, തടസ്സം നിൽക്കാതെയും ശല്യപ്പെടുത്താതിരുന്നാലും നല്ലത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. ഇവരിങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടേയില്ല സിസ്റ്റർ. എന്റെ മകൾക്കൊരു വിവാഹാലോചന വന്ന സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവരിങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടേയില്ല. അവരുടെ മക്കളെ ഞങ്ങളുടെ സ്വന്തം മക്കളെ പോലെ നോക്കിയതാണ്, സ്നേഹത്തോടെ എല്ലാം ചെയ്തതാണ് എന്നൊക്കെ പലരും പറയാറുണ്ട്. ഇന്നൊരു പക്ഷേ
ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ ഈ പരിപാടി കാണുന്നത്. ഞാൻ നന്മ ചെയ്തിട്ട് പോലും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് അവർ തിന്മ ചെയ്യുന്നത്. ഞാൻ എത്ര സ്നേഹത്തോടെയാണ് പെരുമാറിയത്. എന്റെ മനസ്സ് വിഷമിപ്പിക്കുന്നത് പോലെ അവർ പറയുന്നു. എന്റെ മനസ്സ് തകർന്നു പോകുകയാണ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചെയ്ത സഹായം മറന്നുപോയിട്ടുണ്ടെങ്കിലും സാരമില്ല. എന്നെ എത്രത്തോളം ശല്യപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം ശല്യപ്പെടുത്തിയാണ്. എനിക്ക് ഈ ദുഃഖം സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ പരിപാടി കാണുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം പറയുന്നു, റോമർ 12 അധ്യായം 19 വാക്യം നോക്കാം. പ്രിയമുള്ളവരെ, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിന്റെ വചനം പറയുന്നു, പ്രതികാരം എനിക്കുള്ളത്. അതോടൊപ്പം കർത്താവ് പറയുന്നു, ഞാൻ അവരോട് പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. യഹോവ പറയുന്നതിതാണ്. ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ? എന്തെന്നറിയാത്ത ഒരു ദുഃഖവും വേദനയും. നമ്മൾ മനുഷ്യരല്ലേ, എല്ലാവർക്കും അത് ഉണ്ടാകും. അപ്പോൾ നമ്മൾ അത്രത്തോളം സ്നേഹിച്ച്, നമ്മൾ അത്രത്തോളം സഹായിച്ച മനുഷ്യർ അത്രത്തോളം നന്മ ചെയ്തിട്ടും നമുക്കെതിരായി പ്രവർത്തിച്ച് മനസ്സ് വേദനിപ്പിക്കുന്നത് പോലുള്ള വാക്കുകളും പ്രവൃത്തികളും ചെയ്യുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റില്ല. എല്ലാവരുടെ ജീവിതത്തിലും അത് ഉണ്ടാകും. നമുക്കപ്പോൾ ഒരു അസ്വസ്ഥതയും ദുഃഖവും സങ്കടവും തോന്നും, ഭയം തോന്നും. ഇതൊക്കെ നമുക്കുണ്ടാകും. ഇതുപോലെയുള്ള ഒരു വേദനയും ദുഃഖവും നിങ്ങൾക്കുണ്ടായിരിക്കാം. ഒരുപക്ഷെ ആ വേദനയും ദുഃഖവും നിങ്ങളുടെ ഉള്ളിൽ ഒരു കോപവും കയ്പും മനോഭാവവും ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇവരോട് പ്രതികാരം ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ചിന്ത തോന്നും. ഒരുപക്ഷെ അങ്ങനെ ഒരു ചിന്തയോടെ ആയിരിക്കാം ഈ പരിപാടി നിങ്ങൾ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, കർത്താവിന്റെ വചനം മനോഹരമായി ബൈബിളിൽ പറയുന്നുണ്ട്, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണം. കർത്താവിനോടത് പറയണം, അത്രയുള്ളൂ. നമ്മുടെ ഉള്ളിൽ കോപമോ പ്രതികാരമോ അവരോട് ദേഷ്യമോ ഒന്നും തോന്നരുത്. അവര് പെരുമാറുന്നത് പോലെ കർത്താവിന്റെ മക്കളായി നമ്മൾ പെരുമാറരുത്. അവരെന്തൊക്കെയാ പറഞ്ഞതെന്നോ? ഞാനങ്ങോട്ട് വല്ലതും പറഞ്ഞ അവര് പറഞ്ഞ 2 വാക്കിന് 2000 വാക്കുകൾ മറുപടി പറയാൻ എനിക്കറിയാം എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള ശാപത്തോടുകൂടി ഈ പരിപാടി കാണുകയാണെങ്കിൽ കർത്താവിലൂടെ നിങ്ങളെ മാറ്റുക. കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ഇപ്പോഴും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതികാരം എനിക്കുള്ളതാണെന്ന് മാത്രമല്ല, ഞാൻ പകരം ചെയ്യും. കർത്താവ് ഉത്തരം കൊടുക്കും. നിങ്ങൾ നന്മ ചെയ്തിട്ട് തിന്മ അനുഭവിക്കുകയാണോ? നിങ്ങൾ സഹായിച്ചിട്ടും അവർ നിങ്ങളെ ശല്യപ്പെടുത്തുകയാണോ? എത്രത്തോളം നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ച് അവർക്ക് എന്തുമാത്രം സഹായം ചെയ്തിട്ടുണ്ടോ, അവർ നന്നായിരിക്കണം, അവരുടെ മക്കൾ നന്നായിരിക്കണമെന്ന് കരുതി നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ, അതെല്ലാം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറയുന്നു, നിങ്ങൾ തളർന്നു പോകരുത്. ഇന്ന് ആ ഒരു ചുറ്റുപാടിൽ ഈ പരിപാടി കാണുന്നവരുണ്ട്, ദുഃഖത്തോടെ വേദനയോടെ കാണുന്നവരുണ്ട്. നിങ്ങൾ അതിൽ നിന്നും പുറത്തു വരണം. പ്രതികാരം നമുക്കുള്ളതല്ല. കോപം വേണ്ട. കോപം ദൈവത്തിന്റെ നീതി നടപ്പിലാക്കുകയില്ല. ഈ കാര്യത്തിൽ കർത്താവ് നീതി നടപ്പിലാക്കണമെങ്കിൽ കോപവും നീരസവും വന്നാൽ അടുത്തപടി എന്താണ്? അവരോട് പ്രതികാരം ചെയ്തേ പറ്റൂ എന്ന ചിന്ത. അപ്പോൾ കർത്താവ് പറയുകയാണ്, നീ കോപിക്കരുത്, കോപം എന്റെ നീതി നടപ്പിലാക്കുകയില്ല, അവന്റെ നീതി വെളിപ്പെടുകയില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ കർത്താവ് സത്യം തെളിയിക്കണമെങ്കിൽ, നീതി പുലർത്തണമെങ്കിൽ, ന്യായം വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ കർത്താവിനോട് നിങ്ങൾ പറയുക, കർത്താവെ അങ്ങ് നോക്കിക്കൊള്ളണേ. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടില്ലേ, ഞാൻ പകരം ചെയ്യുമെന്ന്. ഞാൻ അങ്ങയെ ഇത് ഏൽപ്പിക്കുകയാണ്, അങ്ങ് ഈ കാര്യം നോക്കിക്കൊള്ളണേ കർത്താവെ എന്ന് നന്ദിയോടുകൂടി അവനെ സ്തുതിക്കുക. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, സിസ്റ്റർ ശുശ്രൂഷ ചെയ്യുന്ന ആളല്ലേ, ഈസി ആയിട്ട് അത് പറയാം, സ്തോത്രം പറയണമെന്ന്. ഈ ഒരു സ്ഥിതിയിൽ നമ്മൾ വെറുതെ സ്തുതിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ അവര് വിചാരിക്കും ഇവരെന്തൊരു മണ്ടന്മാരാണ് എന്നൊക്കെ വിചാരിക്കും. ഞാൻ അവരോട് പറയാറുണ്ട്, അങ്ങനെയല്ല സിസ്റ്റർ, അങ്ങനെയല്ല ബ്രദർ. കർത്താവിൽ ഭരമേൽപ്പിച്ച് അങ്ങ് നോക്കിക്കൊള്ളണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവിനോട് പറയുക, ഇതിനായി അങ്ങേക്ക് സ്തോത്രം. ഞാൻ ഈ നിന്ദയും പരിഹാസവും ഒക്കെ കേൾക്കേണ്ടി വന്ന ചുറ്റുപാടുണ്ടായില്ലേ, അങ്ങേക്ക് സ്തോത്രം. കർത്താവെ, ഈ കാര്യത്തിൽ ഞാൻ നന്മ ചെയ്തിട്ടും തിന്മ അനുഭവിക്കുന്നുവല്ലോ, ഞാൻ ഇവരെ സഹായിച്ചിട്ടും എന്നോട് ഇവരിങ്ങനെ ചെയ്യുന്നുവല്ലോ. സ്തോത്രം കർത്താവെ, അങ്ങ് നോക്കിക്കൊള്ളണേ എന്ന് അവനോട് മുട്ടിപ്പായി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവൻ കൃപയുള്ള ദൈവമായി, ദയാലുവായ ദൈവമായി ഇറങ്ങി വന്ന് നന്മ ചെയ്യും. കർത്താവിന്റെ വാക്കുകളിലുള്ള ഒരക്ഷരം പോലും മാറിപ്പോകില്ല. അപ്പോ നിങ്ങൾ പറയും, ഇന്ന് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒരുപക്ഷെ എന്റെ ശത്രുക്കൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്നുവല്ലോ, അവരെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ കാണും. ഇവരോട് എങ്ങനെയാണ് പ്രതികാരം ചെയ്യേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അങ്ങനെയൊക്കെ പലരും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ ചെയ്യരുത്. കർത്താവിന്റെ വചനം പറയുന്നു, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല.
നിങ്ങളുടെ വഴികൾ എന്റെ വഴികളല്ല എന്ന വചനപ്രകാരം കർത്താവ് അവന്റെ മക്കളായ നമുക്കായി കരുതിയിരിക്കുന്ന വിചാരങ്ങൾ മഹോന്നതമായതാണ്. കർത്താവ് നമുക്കായി കരുതിയിരിക്കുന്ന വഴികൾ ഉന്നതമാണ്. അങ്ങനെയുള്ള ഒരു വഴി തുറക്കപ്പെടുന്നതിനായി അത്യുന്നതങ്ങളിലുള്ളവൻ പ്രവർത്തിക്കുന്നതിനായി മഹോന്നതമായ വഴികൾ നമുക്കായി തുറക്കുന്നതാണ്. കർത്താവിന്റെ വചനത്തിന് കീഴടങ്ങുക. ഞാൻ പകരം ചെയ്യും എന്നുള്ള യഹോവയുടെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ക്ഷമയോടെ കർത്താവിന് സ്തോത്രമർപ്പിക്കുമ്പോൾ, കർത്താവിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്കായി യുദ്ധം ചെയ്യും. കർത്താവ് നമുക്കായി വാദിക്കും. കർത്താവ് കാര്യങ്ങൾ സാധ്യമാക്കും. ആരാണോ നിന്ദിച്ചത്, ആരാണോ പരിഹസിച്ചത്, ആ നാവ് പറയും, നിങ്ങൾ എഴുതി വെച്ചുകൊള്ളുക. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കർത്താവെ അങ്ങ് നോക്കിക്കൊള്ളണേ എന്ന് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ, ആരാണോ നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നത്, ആരാണോ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് പോലെ പറഞ്ഞത്, ആരോടാണോ നിങ്ങൾ കോപത്തോടെ പ്രതികാരം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ ശത്രുക്കൾ തന്നെ പറയും, യഥാർത്ഥത്തിൽ നിങ്ങൾ കർത്താവിന്റെ മക്കളാണ്, നിങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ട് എന്നവർ പറയുന്നതാണ്. പരിശുദ്ധാത്മാവ് തീർച്ചയായും പ്രവർത്തിക്കും. അത് നമ്മൾ ഒട്ടും വിചാരിക്കുക പോലുമില്ല. വചനം എന്താണ് പറയുന്നത്? എഫേസ്യർ 3:20 നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. അപ്പോൾ സർവശക്തനായ യഹോവയുടെ കരങ്ങളിൽ നിങ്ങളെ ഭരമേൽപ്പിക്കുക. ഇന്നേ ദിവസം പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായി സംസാരിക്കുകയാണ്. ഈ പരിപാടി കാണുന്ന ചിലരുമായി കർത്താവ് ഇടപഴകുകയാണ്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കോപത്തിൽ നിന്നും പുറത്തു വരിക. ശത്രുക്കളോട് നിങ്ങൾക്കുള്ള കയ്പും വെറുപ്പും ഒഴിവാക്കുക. പകരം വീട്ടണമെന്നുള്ള ചിന്ത വേണ്ട. കർത്താവെ, ഞാൻ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് പകരം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് ധ്യാനിച്ചു പ്രാർത്ഥിക്കുക. കർത്താവെ, പ്രതികാരം എനിക്കുള്ളത് എന്ന് മാത്രമല്ല അങ്ങ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്നും പറഞ്ഞിട്ടില്ലേ? അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കുക. നമ്മൾ ആരാധിക്കുന്ന യഹോവ സാധാരണപ്പെട്ടവനല്ല. യോസെഫിന്റെ ദൈവമാണ്. ഇന്നും ജീവിച്ചിരിക്കുന്നവനാണ്. യോസെഫിനെതിരായി അവന്റെ കൂടപ്പിറപ്പുകൾ തന്നെ അവനെതിരായി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു. കൊല്ലാൻ വേണ്ടി അവനെ പടുകുഴിയിൽ തള്ളി, അതുപോലെ അവനെ വിൽക്കുകയുണ്ടായി. സഹോദരങ്ങൾ യോസെഫിനെതിരായി പ്രവർത്തിച്ചു. എങ്കിലും കർത്താവ് യോസെഫിന് കാണിച്ച സ്വപ്നം പോലെ അയാളെ വഴി നയിച്ചു. എല്ലാ കാര്യങ്ങളിലും കൂടെ ഉണ്ടായിരുന്നു. അയാൾക്ക് ജീവിതത്തിൽ എന്തൊക്കെയോ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ എപ്പോഴും കർത്താവ് കൂടെ തന്നെ ഉണ്ടായിരുന്നതിനാൽ, കർത്താവിന്റെ കൂടെ തന്നെ പോയതിനാൽ, കർത്താവിന്റെ വാക്കുകൾക്ക് കീഴടങ്ങി അതനുസരിച്ച് ജീവിക്കുന്നതിനായി, വിശുദ്ധ ജീവിതം നയിക്കാനായി യോസെഫ് തീരുമാനിച്ചിരുന്നതിനാൽ കർത്താവ് യോസെഫിന്റെ കൂടെ നിന്ന് തടവിലായിരുന്ന യോസെഫിനെ കർത്താവ് ആ രാജ്യത്തിന് തന്നെ അധികാരിയാക്കി തീർത്തു എന്ന് മാത്രമല്ല, ഏത് സഹോദരങ്ങളാണോ യോസെഫിനെതിരായി പ്രവർത്തിച്ച് കൊല്ലണമെന്ന് വിചാരിച്ചത്, ആ സഹോദരങ്ങൾക്ക് തന്നെ യോസെഫിനെ അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്തു. യോസെഫിന് പ്രതികാര ചിന്തയില്ലായിരുന്നു. കൂടെ പിറന്ന സഹോദരങ്ങളെ നല്ലവണ്ണം സ്നേഹിച്ചു, നല്ലവണ്ണം ഉപചരിച്ചു, അത്യധികം സ്നേഹിച്ചു. ദൈവസ്നേഹത്തിലൂടെ അവരെ സ്വീകരിച്ചു. അതുമാത്രമല്ല, അവർക്ക് വേണ്ടതെല്ലാം ചെയ്യുകയും ചെയ്തു. അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്തവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. ആ ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവൻ യോസെഫിന്റെ ദൈവമാണ്. പ്രതികാര ബുദ്ധിയുള്ള നിങ്ങളോട് കർത്താവ് പറയുകയാണ്, പ്രതികാരം എനിക്കുള്ളതാണ്, ഞാൻ പകരം ചെയ്യും എന്ന് പറയുന്നു. അവനത് ചെയ്യും. അതിനായി പ്രാർത്ഥിക്കുക. കർത്താവിൽ ജീവിക്കുക. ദൈവസ്നേഹം നിങ്ങളിൽ ഉണ്ടാകട്ടെ. കർത്താവിന്റെ കൂടെ ഇരിക്കുക. അവൻ യോസെഫിന്റെ ദൈവമാണ്. അവൻ നിങ്ങളുടെ ശത്രുക്കൾക്ക് തന്നെ നിങ്ങളെ അനുഗ്രഹമാക്കി തീർക്കുന്നതാണ്. നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് മാത്രമല്ല, ആരൊക്കെയാണോ ഇന്ന് നിങ്ങൾക്ക് എതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആരോടാണോ നിങ്ങൾ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിൽ നിന്നും നിങ്ങൾ പുറത്തു വരികയാണെങ്കിൽ കർത്താവ് അവർക്ക് തന്നെ നിങ്ങളെ അനുഗ്രഹമാക്കി തീർക്കുന്നതാണ്. ആ നാവ് പറയും, എഴുതി വെച്ചുകൊള്ളുക. ആ നാവ് പറയും, നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ നിന്നെക്കുറിച്ച് പറഞ്ഞതൊക്കെ തെറ്റാണ് എന്ന് അവർ പറയുന്ന ദിവസം അധികം ദൂരത്തല്ല. ആ അനുഗ്രഹം നിങ്ങൾക്കും ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിനും കർത്താവ് തീർച്ചയായും നൽകും. ആ അനുഗ്രഹം ലഭിക്കുന്നതിനായി നമുക്കെല്ലാവർക്കും ഇപ്പോൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. സ്തോത്രമർപ്പിക്കുന്നു രാജാവേ, ഞങ്ങളങ്ങേ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രമർപ്പിക്കുന്നു. ഇന്നേ ദിവസം കർത്താവെ, പരിശുദ്ധാത്മാവ് ഇവരോട് സംസാരിച്ചതിനായി നന്ദി യേശുവേ. കർത്താവെ, ഇന്ന് എത്രയോ പേർ നന്മ ചെയ്തിട്ടും തിന്മകൾ അനുഭവിക്കുകയാണ്. സഹായം ചെയ്തിട്ട് പോലും ദോഷം അനുഭവിക്കുന്നവരുണ്ട്. അവരെ എല്ലാവരെയും ഇന്നങ്ങ് നോക്കണമേ കർത്താവെ. എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ ഈ കുടുംബത്തിൽ ദൈവസ്നേഹം നിറച്ച് ഞാൻ എത്രത്തോളം അവരെ സഹായിച്ചുവോ, അതുപോലെ എത്രത്തോളം അവർക്ക് ആശ്വാസ വാക്കുകൾ പറഞ്ഞുവോ, അവർ തന്നെ ഇന്ന് എനിക്കെതിരായി പ്രവർത്തിക്കുന്നുവല്ലോ എന്ന് ദുഃഖത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ഓരോ കുടുംബത്തെയും അങ്ങയെ ഏൽപ്പിക്കുന്നു യേശുവേ. ഇപ്പോൾ അവർക്കെതിരായി ശത്രുക്കളായി പ്രവർത്തിക്കുന്ന ശത്രുക്കളുടെ കയ്പും വെറുപ്പും അവരിൽ നിന്ന് എടുത്തു മാറ്റണേ കർത്താവേ.
ഇവർക്ക് ശത്രുക്കളോട് കാണപ്പെടുന്ന കോപവും വെറുപ്പും ഇല്ലാതാക്കണമേ യേശുവേ. പകരം വീട്ടണമെന്നുള്ള ചിന്ത ഇവരിൽ നിന്നും അങ്ങ് എടുത്തു മാറ്റണമേ യേശുവേ. ഇന്ന് കർത്താവ് തന്ന വചനമനുസരിച്ച് പ്രതികാരം എനിക്കുള്ളത് എന്നുള്ള അങ്ങയുടെ വചനപ്രകാരം ഞാൻ പകരം ചെയ്യുമെന്ന് പറഞ്ഞ കർത്താവ് കാര്യങ്ങൾ നോക്കിക്കൊള്ളും എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകണമേ യേശുവേ. ഇന്നേ ദിവസം അതിനായി എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അനുഗ്രഹിക്കണേ കർത്താവ്. ഇവരെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി കർത്താവേ. ഇന്നു മാത്രമല്ല ഓരോ ദിവസവും അങ്ങയുടെ വചനമനുസരിച്ച് കർത്താവ് നോക്കിക്കൊള്ളും, കർത്താവ് പകരം ചെയ്യും എന്ന് പറഞ്ഞ പോലെ അങ്ങയോടൊത്ത് ജീവിക്കുവാനും ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ജീവിക്കുവാനുമുള്ള കൃപ ഇവർക്ക് നൽകണമേ. ഓരോ കുടുംബത്തിലും അങ്ങയുടെ കൃപ നൽകുവാനായി പ്രാർത്ഥിക്കുന്നു. യോസേഫിന്റെ ദൈവം ഇന്നും ജീവനുള്ള ദൈവമായി കാണപ്പെടുന്നു എന്നുള്ളത് ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നതിനായി ശത്രുക്കൾക്ക് പോലും കർത്താവെ ഇന്നിവിടെ പ്രാർത്ഥിക്കുന്നവർ ഓരോരുത്തരും അനുഗ്രഹമായി തീരണമേ കർത്താവേ. അങ്ങയുടെ നാമം ഇവർ മഹത്വപ്പെടുത്തട്ടെ. അങ്ങയുടെ ശക്തമായ കരങ്ങളിൽ ഇവരെ ഓരോരുത്തരെയും ഏൽപ്പിക്കുകയാണ് യേശുവേ. കർത്താവിന്റെ കൃപ ഉണ്ടാകുമാറാകട്ടെ. ആത്മീയ ഫലം കൊണ്ട് ഓരോരുത്തരെയും നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് ഓരോരുത്തരിലും നിറഞ്ഞ അവരെ വഴി നയിക്കണമേ. ഇന്നു മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലും അങ്ങയുടെ കൃപ നിറയട്ടെ. അങ്ങയുടെ കൃപയുണ്ടാകട്ടെ. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. യേശുവിലൂടെ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവർകളും ദൈവ ശുശ്രൂഷകരും ഞങ്ങളോടൊപ്പമുണ്ട്. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thoothukudi District, 628-211. Our phone number 04639-353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.